The second problem in SHM. A body is moving with simple harmonic motion, has velocities 10 meter per second and 4 meter per second at 2 and 4 meter distance from the mean position. Okay. Find the amplitude and time period of the body. Okay. Similar question തന്നെയാണ്. നിങ്ങളോട് 2 പോയിന്റിലെ വെലോസിറ്റി തന്നിട്ടുണ്ട്. That means at x is equal to 2 meter, the corresponding velocity is 10 meter per second. ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ മൂവ് ചെയ്യാണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് മൂവ് ചെയ്യാണ്. ഒരു ഡിസ്റ്റൻസ് എക്സ് എത്തിയപ്പോൾ മീൻ പൊസിഷൻ എന്നുള്ള ഡിസ്റ്റൻസ് പോയിൻറ്റ് ഒ എന്നുള്ള ഡിസ്റ്റൻസ് 2 മീറ്റർ എത്തിയപ്പം വെലോസിറ്റി ഈസ് 10 meter per second and x is equal to 4 meter. At x is equal to 4 meter, the corresponding velocity is 4 meter per second. രണ്ട് ഡിഫറെൻറ്റ് പോയിൻറ്റിൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. Now the question is you have to calculate the amplitude A അല്ലെങ്കിൽ the radius of the circular motion consider ചെയ്യുകയാണെങ്കിൽ you have to calculate the radius of the circle, and second question is you have to calculate the time period. ഒരു മോഷൻ കംപ്ലീറ്റ് ആവാനുള്ള ടൈം കണ്ടുപിടിക്കണം. സോ ഇങ്ങനെയാണ് ഒരു സർക്കുലർ മോഷനാണ് അസ്യൂം ചെയ്തോ, അതിൻ്റെ പ്രൊജക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, വെർട്ടിക്കലാണോ ഹൊറിസോണ്ടലാണോ നമുക്ക് എങ്ങനെ വേണേൽ എടുക്കാം. സോ സപ്പോസ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഒരു എക്സ് ഈസ് ഈക്വൽ ടു 2 മീറ്റർ, ഇവിടെ തൊട്ടിട്ട് ഒരു 2 മീറ്റർ എത്തിയപ്പം ഒരു സപ്പോസ് ഈ പോയിന്റിലാണ് എം ഉള്ളതെങ്കിൽ എക്സ് ഒരു 2 മീറ്റർ എത്തിയപ്പം വെലോസിറ്റി 10 meter per second ആണ്. എക്സ് ഒരു 4 മീറ്റർ എത്തിയപ്പം വെലോസിറ്റി 4 meter per second ആണ്. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡും ടൈം പീരീഡുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, രണ്ട് ഡിഫറെൻറ്റ് പോയിന്റിൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് പറയാം. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ആംപ്ലിറ്റ്യൂഡ്. So velocity തന്നിട്ടുള്ളതുകൊണ്ട് we can take the expression for velocity v is equal to omega into root of r square minus x square. So v first case ആണെങ്കിൽ 10 meter per second ആണ്. 10 is equal to omega into root of r-ൻ്റെ വാല്യൂ അറിയില്ല, r square തന്നെ എടുക്കാം. x 2 meter ആണ്, 2 square. Okay, put it as equation 1. Equation 1 എന്ന് വിളിച്ചു. Similarly for second velocity, 4 is equal to omega into root of r square minus 4 square. Equation 2. ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റി, ഇതിൻ്റെ ആംഗുലർ വെലോസിറ്റി ഒമേഗയാണ്, അത് കോൺസ്റ്റൻ്റ് ആണ്. ഒരേ ആംഗുലർ വെലോസിറ്റിയിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ രണ്ട് കേസിലും ഒമേഗ തന്നെ എടുത്തത്. ഓക്കെ, അതേപോലെ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആർ എന്നുള്ള ഡിസ്റ്റൻസ്, മാക്സിമം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റേഡിയസും കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ആർ എന്ന് തന്നെ വിളിച്ചു രണ്ട് ഇക്വേഷനിലും. R1 R2 എന്നൊന്നും വിളിക്കരുത്, രണ്ടും സെയിം ആണ് ആർ. അതേമാതിരി ഒമേഗയും സെയിം ആണ്. സോ ഒമേഗ. സോ രണ്ട് ഇക്വേഷൻ കിട്ടി. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ എയിം ആർ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഹിയർ ദ റേഡിയസ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ്. സോ ഞാൻ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്കി. സോ ദിസ് ഗീവ്സ് 1 ഡിവൈഡ് ബൈ 2 ഗീവ്സ് 10/4 ഈസ് ഈക്വൽ ടു ഒമേഗ ക്യാൻസൽ ചെയ്ത് പോകും, റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് 16. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യാം. ഇതിൻ്റെ സ്ക്വയർ എടുക്കാം. രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? 100 ഡിവൈഡഡ് ബൈ സ്ക്വയർ എടുക്കുമ്പം രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പം 100 ഡിവൈഡ് ബൈ 16 ഈസ് ഈക്വൽ ടു ഈ സൈഡിൽ ആർ സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് 16. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 6.25 is equal to r square minus 4 divided by r square minus 16 എന്ന് വരും. ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യാം. സോ 6.25 r square minus 16 into 6.25 is 100 is equal to r square minus 4.
മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷൻ ആണ്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. സോ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 6.25 r² മൈനസ് ഒരു r² വരും. r² ടൈംസ് ഒക്കെ ഒരുമിച്ച് എഴുതാം. 6.25 r² മൈനസ് r² ഈസ് ഈക്വൽ ടു 100 മൈനസ് 4 എന്ന് വരും. സോ 96. ദിസ് ഗിവ്സ് 5.25 r² is equal to, so r is equal to 4.28 meter. Now we want to calculate omega. We know that omega is equal to 2 pi by time period Tp. Okay, from that you can calculate Tp, time period. Okay, so first we have to calculate omega. For that, take the equation number 1. You can take either equation 1 or 2. Okay, now I am taking equation 1. So velocity v is equal to omega into root of r² minus 2 square. That means 10 is equal to omega into root of r² minus 2 square. R is 4.28. So 4.28 square minus 4. This will give omega is equal to 2.64 radian per second. Then time period is equal to 2 pi by omega. We know that omega is equal to 2 pi by Tp. From that, Tp is equal to 2 pi by omega. Substituting 2 pi by 2.64, and if you substitute the values, the time period is equal to 2.38 second. Okay.